നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയുള്ള ഓംകാർ പെറ്റ് ലൈഫാണ്. ഇതൊരു അടിപൊളി കെനലാണ്. അതുപോലെ തന്നെ ഒരു സൂപ്പർ പ്രീമിയം ഡോഗ് ഹോസ്റ്റലോടെയാണ്. അപ്പോൾ നമ്മൾ കെനലകത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കാഴ്ച കേട്ടോ. ഇവിടുത്തെ ഡോഗ് കേജസ് ആണ് ഈ കാണുന്നത്. ഡോഗ് കേജസ് എന്ന് ഒരു സെക്ഷനിലെ ഡോഗ് കേജസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ പറയുക, അത്യാവശ്യം നല്ല ഹൈറ്റിൽ നല്ല ഒരു ഡയമെൻഷനിലാണ് ഈ കേജെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേജിൻ്റെ റൂഫൊക്കെ ഉണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു കേജും കാര്യങ്ങളൊക്കെ ഓടൊക്കെ ഇട്ട്. അതായത് നമുക്കൊരു ഡോഗ്സിനെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഡോഗ്സിനെ ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡോഗ് കെന്നല പ്ലസ് ഒരു ബോർഡിംഗ് സെൻ്റർ ആണ്. ബോർഡിംഗ് സെൻ്റർ ഒരു പ്രീമിയം ക്വാളിറ്റി ബോർഡിംഗ് സെൻ്റർ ആണ്. അതായത് നമുക്ക് പപ്പി മുതൽ അഡൽട്ട് അതുപോലെ തന്നെ ലിറ്റർ ആവുള്ള ഫീമെയിൽ ഇതിനെല്ലാം തന്നെ ബോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഓംകാർ പെറ്റ് ലൈഫ്. അപ്പോൾ അവരുടെ കേജ് സെറ്റപ്പ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ബോർഡിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഷോ ട്രെയിനിങ് ഉണ്ട്, ഒബീഡിയൻസ് ട്രെയിനിങ് ഉണ്ട്, ഗ്രൂമിംഗ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അവരുടെ ഷോ ട്രെയിനിങ് അല്ല ഒബീഡിയൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് ഏരിയ ആണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഷോയിൽ കാണുന്ന റിങ്ങിൻ്റെ സെറ്റപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു സെപ്പറേറ്റ് റണ്ണിങ് ട്രാക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലിറ്റർ റൂം വലിയ രണ്ട് ലിറ്റർ റൂം വരുന്നുണ്ട്. അതുപോലെ ഗ്രൂമിംഗ് സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ഓംകാർ പെറ്റ് ലൈഫിലുള്ള. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഏകദേശം ഒരു 10ഓളം കേജസ് ഇവിടെ ഉണ്ട് കേട്ടോ. 10ഓളം കേസ് ഇവരുടെ ഓൺ ഡോഗ്സിനുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് അറ്റ് എ ടൈം 10 ഡോഗ്സിനെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ബോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലിറ്റർ റൂമാണ്. ഈ കാണുന്ന ഒരു ലിറ്റർ റൂമാണ്. ഇവിടെ മെയിനായിട്ട് ഇവർ അത്യാവശ്യം എല്ലാ ബ്രീഡ്സും നമുക്ക് ഈ ഒരു കെന്നലുണ്ട്. പക്ഷേ ഇവർ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൈബീരിയൻ ഹസ്കിലും അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിലുമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പറയാം അതിൻ്റെ മെയിൽ സൈലും ഫീമെയിൽ സൈലും അതിൻ്റെ പപ്പി സൈലും എപ്പോഴും ഈ ഒരു കെന്നലിൽ നമുക്ക് കാണും. അതായത് ഹസ്കിയുടെയും ജർമ്മൻ ഷെപ്പേർഡും മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ഹസ്കി ഇവിടെ ഇപ്പോൾ ലിറ്ററായി കിടപ്പുണ്ട്. അതിൻ്റെ മദർ അതിൻ്റെ പപ്പീസ് എല്ലാം തന്നെയുണ്ട്. കേജിൻ്റെയൊക്കെ സൈസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ചെയ്ത്. ഫുൾ ടൈം നോക്കി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബോർഡ് ചെയ്യുന്ന ഇപ്പോൾ ലിറ്റർ ബോർഡിങ്ങിന് വരുന്നവർക്കായാലും ഈ ഒരു ഫുൾ CCTV എല്ലാം ഉണ്ട്. അവർക്ക് CCTV ഫുട്ടേജും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ലിറ്റർ റൂം. പിന്നെ ബാക്കി നമുക്ക് ബോർഡിങ്ങിനുള്ള കേജസും അല്ലെന്നുണ്ട് ഇവർ ഓൺ ഡോഗ്സിനൊക്കെ ഇടുന്ന കേജസ് ആണ് ഈ കാണുന്നില്ല. ഈ കേജിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ടോ 15 ഫീറ്റ് ഹൈറ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും റൂഫ് എല്ലാം തന്നെ ഓടും കാര്യങ്ങളൊക്കെയാണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങോട്ടെല്ലാം ഫുള്ള് ഇത് കേജും കാര്യങ്ങളൊക്കെയാണ്. കേജിൻ്റെ ഇതേക്കൂടാണ് ഡോഗ്സിനെല്ലാം ഇടുന്നത്. അത് അതിൻ്റെ റണ്ണിങ് ട്രാക്കും. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ നെയ്യാർ റിവറാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ കെന്നലിലും കാര്യത്തിനും എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ അവരുടെ ഫീഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിനെല്ലാം നമുക്ക് ഈ പുറകിലത്തെ ഈ ഒരു ട്രാക്കിലോട്ട് നമ്മൾ അഴിച്ചു വിടും. അപ്പോൾ അവർക്ക് എന്താ പറയുന്നത് ഒരു സൺലൈറ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഡോഗ്സ് എല്ലാം ഇരിക്കണ്ടോ. പിന്നെ ഷോയ്ക്ക് വരുന്ന ഡോഗ്സിന്, അതായത് ഷോ ട്രെയിനിങ് വരുന്ന ഡോഗ്സിനെ നമ്മൾ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ സമയം നോക്കിയിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ആയാലും ബോർഡിങ്ങിനൊക്കെ വരുന്ന ഡോഗ്സിനായാലും ഇത് ഇവരുടെ തന്നെ വണ്ടിയാണ്. നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെക്കേഷനൊക്കെ പോവുകയാണ്, അപ്പോൾ ഡോഗ്സിനെ ഇവിടെ നമ്മുടെ ബോർഡിംഗ് സെൻറ്ററിലോട്ട് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുണ്ട്, AC വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പെറ്റിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളിവിടെ കൊണ്ടുവരും.